അമേരിക്ക ഇറാന് നേരെ ഒരു ആക്രമണം നടത്തുമെന്നുള്ളത് പലരും പ്രതീക്ഷിച്ചൊരു കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ നടത്തിയ ഒരു ആക്രമണം സത്യത്തിൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചു. B2 ബോംബേഴ്സ് വന്നത് തന്നെ ഇറാനിൽ ഒരു ആക്രമണം നടത്താൻ വേണ്ടിയാണെന്നുള്ളത് നമ്മൾ ഇതിനകം പറഞ്ഞിരുന്നു. ഡൊണാൾഡ് ട്രംപ് 2 ആഴ്ചത്തെ ഒരു സമയം ചോദിച്ചിരുന്നു. അപ്പോൾ തന്നെ പലരും പറഞ്ഞിരുന്നു ഇത് ആരേക്കെയോ ഒന്ന് വിശ്വസിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടി മാത്രമാണ്. സത്യത്തിൽ ഇതിനിടയിൽ എന്തൊക്കെയോ പദ്ധതികൾ നടക്കുന്നുണ്ട് എന്ന്. സത്യത്തിൽ അങ്ങനെയുള്ള പദ്ധതികൾ നടന്നിട്ടുണ്ട്. ഇറാൻ തിരിച്ചടിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവരുടെ നാവികസേനയെ നോക്കി ഇസ്രായേൽ ഇന്നലെ തന്നെ ഈ കരുനീക്കങ്ങൾ മുഴുവനും നടത്തിയത്. 3 ന്യൂക്ലിയർ സൈറ്റിൽ ഇന്ന് അമേരിക്ക നടത്തിയ ആക്രമണം ഇറാൻ ഒരിക്കലും അണുവായുധം കൈവരിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്തതാണ്. ഇറാൻ എന്താണ് പറഞ്ഞത്? സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിന് എന്ത് സംഭവിക്കും? അമേരിക്കയുടെ പ്രതികരണം എന്താണ്? ഇസ്രായേൽ ഇതിനെങ്ങനെയാണ് പ്രശംസിച്ചത്? ഇങ്ങനെ ആദ്യം മുതൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള അപ്ഡേറ്റ് നമുക്ക് ഓരോന്നായി ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഫോഡോ, നട്ടാൻസ് കൂടാതെ ഇസ്ഫഹാൻ, ഈ 3 ന്യൂക്ലിയർ സൈറ്റിലായിരുന്നു ഈ അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതലായും ഈ ഫോഡോ എന്ന ന്യൂക്ലിയർ സൈറ്റിലായിരുന്നു അമേരിക്കയുടെ B2 ബോംബർ വിമാനങ്ങൾ 18 GBU ബോംബുകൾ വീശിയത്. ആദ്യം 6 ബോംബുകൾ എന്നായിരുന്നു വിവരം വന്നത്. പക്ഷെ അപ്ഡേറ്റ് ചെയ്ത വാർത്ത അനുസരിച്ച് CNN ഉൾപ്പെടെ പറഞ്ഞത്, ചില ഒഫീഷ്യൽസ് പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ 12 GBU 57 ബോംബുകൾ അവരുടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ ഫോഡോ ന്യൂക്ലിയർ സൈറ്റിനെ നശിപ്പിച്ചാൽ മാത്രമേ ഇറാന്റെ ന്യൂക്ലിയർ സ്വപ്നത്തെ തകർക്കാൻ കഴിയൂ എന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. അമേരിക്ക ചില ദിവസങ്ങളായി പറയുന്നുണ്ടായിരുന്നു ഇറാന്റെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റിയിൽ ആക്രമണം നടത്തുന്നതിന് കഴിവുള്ള ബോംബുകൾ, ആയുധങ്ങളൊന്നും ഇസ്രായേലിന്റെ പക്കൽ ഇല്ല. അമേരിക്ക വിചാരിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു ആക്രമണം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അമേരിക്ക ഇപ്പൊ ഫോഡോ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ 2 ന്യൂക്ലിയർ ഫെസിലിറ്റീസിലും ആക്രമണം തുടർന്നു കൊണ്ടുപോയി. ഒന്ന് നഥാൻസ്, മറ്റൊന്ന് ഇസ്ഫഹാൻ എന്ന സ്ഥലം. 12 GBU 57 ബോംബുകൾ ഒറ്റ സ്ഥലത്ത് മാത്രം ഉപയോഗിച്ചപ്പോൾ ഈ ഇസ്ഫഹാൻ, നഥാൻസ് ന്യൂക്ലിയർ സൈറ്റ്സിനെ ആക്രമിക്കാനായി 2 GBU 57 ഉപയോഗിച്ചു എന്നും ബാക്കിയുള്ള ആക്രമണങ്ങളെല്ലാം പൂർണ്ണമായും അമേരിക്കയുടെ നാവികസേന ചെയ്തു എന്നുമാണ് പറയുന്നത്. ഇവിടെ പഴയ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് 5 കപ്പലുകൾ നിർത്തിയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ 3 വിമാനവാഹിനി കപ്പൽ മിഡിൽ ഈസ്റ്റിനുള്ളിലേക്ക് സ്ഥാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവിടെ നിന്നും അമേരിക്കയുടെ നാവികസേന അവരുടെ സബ്മറൈനിൽ നിന്നും 30 BGM 109 ടോം ഹോക്ക് മിസൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 30 BGM 109 ടോം ഹോക്ക് സാധാരണ ഒരു കാര്യമേ അല്ല. അപ്പോൾ ഇറാനെ പൂർണ്ണമായും നശിപ്പിച്ചേ മതിയാവൂ. ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി നശിപ്പിക്കണം. ഈ ഒരു കാര്യത്തിൽ അവർ വളരെ ശ്രദ്ധയോടുകൂടി, ഏറെ ദിവസത്തെ പദ്ധതിയോടുകൂടിയായിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം ചെയ്തത്. അത് ആക്രമണത്തിന്റെ സ്വഭാവം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അമേരിക്ക ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തുമ്പോൾ കോർഡിനേറ്റ് അറ്റാക്ക് ഇസ്രായേലും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ വ്യോമസേന ആക്രമണവും അടുത്തതായി എല്ലാത്തിനും ഞങ്ങൾ തയ്യാറാണ് എന്നൊരു അറിയിപ്പും നൽകി. ഈ ഒരു സമയം നെതന്യാഹു അദ്ദേഹത്തിന്റെ വീഡിയോ കോൺഫറൻസ് വഴി ഒരു കാര്യം എല്ലാവരോടും പറയുന്നു. ആ വീഡിയോ മെസ്സേജിലുള്ള കാര്യം എന്താണെന്ന് നോക്കിയാൽ, ഇവിടെയുള്ള ഇസ്രായേലിയർ അറിയേണ്ടതിന് നമ്മൾ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ വഴി നല്ലൊരു നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി സംഭവിച്ച ഈ ഒരു അച്ചീവ്മെന്റ് ലോക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസായി തന്നെ മാറും. നമുക്കെതിരെ അല്ലെങ്കിൽ ഈ ലോക രാജ്യങ്ങളുടെ സമാധാനത്തിനെതിരെ ഇറാൻ അവരുടെ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിച്ചു. അതിനെ പൂർണ്ണമായും ഞങ്ങൾ നശിപ്പിച്ചു. ഈ സമയത്ത് ഞാൻ ഒരാൾക്ക് നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഡൊണാൾഡ് ട്രംപ് ആണ്. അമേരിക്ക ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുത്ത് ലോക സമാധാനത്തിനായി കഠിനാധ്വാനം ചെയ്തു. ഇറാനെതിരെ ആക്രമണം നടത്തി. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്നും പറഞ്ഞ് നെതന്യാഹു ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ച് സംസാരിച്ചു. അതേസമയം ഈ ആക്രമണം ഇതോടുകൂടി അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ, ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് നൽകിയിരുന്നു ഇതിനെക്കുറിച്ച്. ഞങ്ങൾ 3 സ്ഥലങ്ങളിൽ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് ആക്രമിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിന് ശേഷം ഇറാൻ തിരിച്ചടിക്കണം എന്ന പേരിൽ ഞങ്ങൾക്കെതിരെ, അമേരിക്കയുടെ അസറ്റ്സിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ചെയ്താൽ ഞങ്ങളുടെ തിരിച്ചടി ഇന്നലെ ചെയ്തതിലും വളരെ അധികമായിരിക്കും, വളരെ ക്രൂരമായിരിക്കും. ഇറാൻ ഒന്ന് ശ്രദ്ധിക്കുക, ബി കെയർഫുൾ എന്ന മെസ്സേജാണ് നൽകിയത്. അപ്പോൾ ഞങ്ങൾ ആക്രമിച്ചു, പക്ഷെ നിങ്ങൾ തിരികെ ആക്രമിക്കാൻ പാടില്ല. അങ്ങനെ ആക്രമിച്ചാൽ ഇതിലും വലിയൊരു പ്രതികാരമായിരിക്കും ഞങ്ങൾക്ക് നൽകാൻ കഴിയുക എന്ന് അമേരിക്ക ഒരു ഭീഷണിയായി തന്നെ ഇത് പറഞ്ഞു. ഈ സമയത്ത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് ഞങ്ങൾ അടയ്ക്കും എന്നുള്ള അറിയിപ്പായിരുന്നു ഇറാന്റെ നാവികസേനയുടെ ഭാഗത്തു നിന്ന് വന്നത്. അപ്പോൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിൽ ഇപ്പോൾ ഏകദേശം 50 ടാങ്കേഴ്സ് ഈ ഹോർമസ് കടന്നു പോകാനായി കാത്തിരിക്കുന്നുണ്ട്. ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ഈ 50 ടാങ്കേഴ്സിൽ അമേരിക്കയുടെ ഏതെങ്കിലും കപ്പൽ ഉണ്ടെങ്കിൽ അതിനെതിരെയുള്ള ആക്രമണം ഞങ്ങൾ നടത്തുമെന്നും അവർ പറഞ്ഞു.
ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ക്രൂഡ് ഓയിലിന്റെ വില ഉയരാനുള്ള സാധ്യതയുണ്ട്. ലോകരാജ്യങ്ങളുടെ എല്ലാം സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു പ്രശ്നം വരാനുള്ള സാധ്യതയുമുണ്ട്. ഇതിന് ഇറാൻ എങ്ങനെ തിരിച്ചടി നൽകാൻ പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ഇതെല്ലാം സംഭവിക്കുക. ഈ സ്ഥലത്ത് MLA ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളും ഈ റെഡ് സീയിൽ അമേരിക്കയുടെ കപ്പലുകളെ ഒരിക്കലും വിട്ടുവെക്കില്ല എന്ന്. എങ്ങനെയാണോ സ്ട്രേറ്റ് ഓഫ് ഹോർമസിനെ ഇറാൻ അടച്ചുപൂട്ടാൻ പോകുന്നത്, അങ്ങനെ ഒരു പ്രഖ്യാപനം അവർ എങ്ങനെയാണോ നൽകിയത്, അതുപോലെ തന്നെ റെഡ് സീയിൽ ഒരു കടലിടുക്കുണ്ട്, അതാണ് ബാബ് അൽ മംത. ഈ ഒരു സ്ട്രേറ്റും ഇപ്പോൾ ഹൂത്തികൾ അടച്ചുമൂടാൻ പോവുകയാണ്. അമേരിക്കയുടെ ടാങ്കർ കപ്പലുകൾക്ക് ഇനി ഇവിടെ യാതൊരു സ്ഥാനവുമില്ല, ഞങ്ങൾ അതിനെ ആക്രമിക്കുമെന്ന് ഹൂത്തികളും അവരുടെ വിശദീകരണം നൽകിയിട്ടുണ്ട്. പറഞ്ഞു വന്നാൽ ഈ യുദ്ധത്തിൽ ഞങ്ങളും നേരിട്ട് പങ്കെടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അവരുടെ ഈ ഒരു വിശദീകരണം. ഇതിങ്ങനെ പോകുമ്പോൾ പാകിസ്ഥാൻ ഈ ഇടയ്ക്കല്ലേ പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നോബൽ പ്രൈസ് ലഭിക്കണം, അതിന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുമെന്നൊക്കെ. നോബൽ പ്രൈസ് വാങ്ങേണ്ട ഒരു പ്രസിഡന്റ് തന്നെ പെട്ടെന്ന് ഇറാനെതിരെ ഒരു ആക്രമണം നടത്തി. പറഞ്ഞു വന്നാൽ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ യാതൊരു ബന്ധവുമില്ല, ഇസ്രായേലിനും ഇറാനും ഇടയിലാണ് പ്രശ്നങ്ങൾ പോകുന്നത്. എന്നാൽ അറിഞ്ഞുകൊണ്ട് തന്നെ അമേരിക്ക ഇറാനെതിരെ ഇത്ര വലിയൊരു ആക്രമണം നടത്തിയിട്ടുണ്ടല്ലോ. ഇതിനുശേഷവും ഡൊണാൾഡ് ട്രംപിന് നോബൽ പ്രൈസ് റെക്കമെൻഡേഷൻ പാകിസ്ഥാൻ നൽകുമോ? പാകിസ്ഥാൻ ഇറാന്റെ ഉറ്റ സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ പാകിസ്ഥാനെ ഉയർത്തി സംസാരിച്ച സുഹൃത്തുക്കൾ, വ്യക്തികളൊക്കെ ദയവ് ചെയ്ത് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. പാകിസ്ഥാന് ആര് പണം കൊടുത്താലും അവരുടെ കൂടെ നിൽക്കും. അതിപ്പോ സുഹൃത്തുക്കളായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ആര് വേണമെങ്കിലും അവിടെ പണയം വയ്ക്കാൻ തയ്യാറായി വരും. അതിപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുമുണ്ട്. ഇതേ ഇറാനെ കുറിച്ചുള്ള രഹസ്യ മെസ്സേജ് എല്ലാം അമേരിക്കയിലേക്കും ഇസ്രായേലിലൊക്കെ പാസ് ചെയ്തതും ഇതേ പാകിസ്ഥാൻ തന്നെയാണ്. ഇതൊക്കെ പതിയെ പതിയെ പുറം ലോകം അറിയാനും തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാൻ ചെയ്ത ഈ ഒരു ദ്രോഹം ഇറാൻ ഒരിക്കലും അവരുടെ ചരിത്ര പുസ്തകത്തിൽ നിന്നും മറച്ചു വെക്കില്ല. ഇതിന് ഒരു പ്രതികാരം തീർച്ചയായും പാകിസ്ഥാൻ ഇറാൻ കൊടുക്കും. നോർത്ത് കൊറിയ ഇന്ന് ഒരു അപ്ഡേറ്റ് നൽകാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ ആവശ്യമായ അണുവായുധം ഞങ്ങൾ നൽകാൻ തയ്യാറാണെന്ന്. ഇതിനകം ഒരുപാട് സ്ഥലങ്ങളിൽ ഉത്തര കൊറിയയ്ക്ക് ഒരു പ്രഷർ നൽകി അവരെ ഒറ്റപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഈ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും എല്ലാം. ഈ സമയത്ത് ഇറാൻ അതുപോലൊരു സാഹചര്യം വരുമെന്ന് ഉത്തര കൊറിയയ്ക്കും അറിയാം. ജീവിതമാണോ മരണമാണോ എന്നുള്ളൊരു ഘട്ടത്തിൽ വന്ന് നിൽക്കുകയാണ് ഇറാൻ. അപ്പോൾ പിന്നെ നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല എന്നൊരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. 3 ന്യൂക്ലിയർ ഫെസിലിറ്റി, 30-ലധികം ന്യൂക്ലിയർ സയന്റിസ്റ്റ്, ഇവയെല്ലാം നഷ്ടപ്പെടുത്തി നിൽക്കുകയാണ് ഇറാൻ. ഇറാന്റെ മീഡിയ പറയുന്നത് ഈ അറ്റാക്ക് നടക്കുമെന്ന് ഇറാൻ ആദ്യമേ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഫോഡോ, നതാൻസ്, ഇസ്ഫഹാൻ ഈ ഫെസിലിറ്റീസിലെല്ലാം, പ്രധാനമായും ഫോഡോ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ ഞങ്ങൾ മിസൈലുകളെല്ലാം എംപ്റ്റി ചെയ്തു, യുറേനിയം എൻറിച്ച്മെന്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയെന്നും പറയുന്നു. 400 കിലോയിലധികം എൻറിച്ച്ഡ് യുറേനിയം അവിടെ ഉണ്ടായിരുന്നുവെന്നും പറയുന്നു. അതിപ്പോ നശിപ്പിക്കപ്പെട്ടിരിക്കാം എന്നുള്ള വിവരവും പുറത്തു വന്നു. സൗദി അറേബ്യയിൽ ഈ റേഡിയേഷൻ കണക്കെടുക്കുന്ന സംഘടന പറഞ്ഞത് അവിടെ റേഡിയേഷൻ ലീക്കൊന്നും ഇല്ല എന്ന്. എന്നാൽ ഒഫീഷ്യലായി ഇത് കൺഫേം ചെയ്യേണ്ടത് IAEA സംഘടനയാണ്. ഇനി ഇറാന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്നാണ് അമേരിക്കയും ഇസ്രായേലും എല്ലാം പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണോ പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് ഇസ്രായേൽ ചെയ്ത് അവരുടെ ആ ഒരു എയർ സ്പേസിൽ എയർ സുപ്പീരിയോറിറ്റി കൈവരിച്ചത്, അതുപോലെ തന്നെ നാവിക ആക്രമണത്തിലും ഇസ്രായേൽ ആദ്യം ആക്രമണം നടത്തി. മൊത്തത്തിൽ B2 ബോംബേഴ്സ് ഒക്കെ ഉപയോഗിച്ച് അവിടെ മുഴുവനും നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്നലെ രാവിലെയോടുകൂടി സംഭവിച്ച ചില കാര്യങ്ങൾ മാത്രമാണ്. ഇനി അടുത്തടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവയെല്ലാം വരും വീഡിയോയിലൂടെ നമുക്കൊരു ഓർഡർ അനുസരിച്ച് കൃത്യമായ അപ്ഡേറ്റ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇങ്ങനെ ഓരോ സമയത്തും എന്തെല്ലാം അപ്ഡേറ്റുകൾ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വോയിസ് ഓഫ് വീക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.